മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനെയും അതിന്റെ രചയിതാവിനെയും കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ചെയർമാൻ ആയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മളൊരു കറണ്ട് അഫയേഴ്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം മെയിൻസ് പരീക്ഷകളാവാറായിട്ടുണ്ട്, അതായത് VFA ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിലിംസ് അടുത്ത മാസം ജൂലൈയിലും ഓഗസ്റ്റിലും പ്രിലിംസ് ഉണ്ട്. ഇനി അത് കഴിയുമ്പം പിന്നെ നമ്മുടെ ഇതിൻ്റെ തന്നെ കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് വരുന്നുണ്ട്, ബെബ്കോ LD മെയിൻസ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസ്. അപ്പോൾ പരീക്ഷകൾ ധാരാളം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ മെയിൻസ് പരീക്ഷകളൊക്കെ ആവാറാകുമ്പോൾ അതിൻ്റെ കറണ്ട് അഫയേഴ്സ് റിവിഷൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് മുന്നോടിയായിട്ട് 2026 ഇതുവരെ ഏതൊക്കെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നൊന്നും നമ്മളിവിടെ പരിചയപ്പെട്ട് പോവുകയാണ്. ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. എക്സ്പ്ലനേഷൻ ഞാൻ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് സീരീസിലായിരിക്കും എക്സ്പ്ലനേഷൻ വരുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ആൻസർ പറഞ്ഞ് പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് പറയേണ്ടി വരുന്നെങ്കിൽ മാത്രം എന്ത് ചെയ്യും, പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതിൻ്റെ ഈ ഒരു സീരീസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഫുള്ള് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഈ ചോദിച്ചിട്ടുള്ള എല്ലാ ഏരിയയും, ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ഏരിയ എല്ലാം നിങ്ങൾക്ക് കവറായി പോകുന്നതാണ് കേട്ടോ. ഓക്കെ, നോക്കിയോ. താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചതെന്നാണ് ചോദ്യം. സൈമൺ ജോൺസൺ ആണ് ആൻസർ. ഓപ്ഷൻ ഡി, സൈമൺ ജോൺസൺ ആണ് ആൻസർ. 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം. 2026 ക്വസ്റ്റ്യൻ ആണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഒക്കെ നൊബേൽ പുറകിലോട്ടൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് കേട്ടോ. അടുത്ത 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറട്ട്, ജോൺ മാർട്ടീനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരം എന്നാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നൊബേൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനമാണ് നേടിയത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടതെന്നാണ് ചോദ്യം. 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് കേട്ടോ. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ആണ് ആൻസർ. 2025 കെമിസ്ട്രി നൊബേൽ. ഓക്കെ, അടുത്ത ഒരു എളുപ്പമുള്ള ചോദ്യം കറങ്ങിക്കുത്തി ചോദിച്ചിരിക്കുന്നതാണ്. ABCD ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ ഡി മറ്റു 3 പേരോടായി ചോദിച്ചു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A പറഞ്ഞു രാജീവ് കുമാർ, B പറഞ്ഞു ജ്ഞാനേഷ് കുമാർ, C പറഞ്ഞു DY ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു. ഇവർ മൂവരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ D പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഇതിൽ ആര് പറഞ്ഞതാണ് ശരി ഉത്തരം എന്നാണ് ചോദ്യം. നമുക്കറിയാം ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ്. അത് പറഞ്ഞിരിക്കുന്ന B ആണല്ലേ. അപ്പൊ B പറഞ്ഞതായതുകൊണ്ട് ഓപ്ഷൻ B ആൻസറായി വരുന്നു. B പറഞ്ഞത് ശരി എന്ന ആൻസർ വരുന്നു അല്ലേ. ഓക്കെ, അടുത്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലെന്നാണ്? ചെനാബ് പാലം അല്ലേ. ചെനാബ് പാലം ധാരാളം ചോദ്യങ്ങൾ വന്നതാണ്. ഓപ്ഷൻ B ആണ് ആൻസർ. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. 78 അല്ല, 80 അല്ല, 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. അത് പറയാൻ കാരണം 1947 ഓഗസ്റ്റ് 15 ഒന്നാമത്തെ സ്വാതന്ത്ര്യ ദിനം. 1947 ഓഗസ്റ്റ് 15. അപ്പൊ 2025 ഓഗസ്റ്റ് 15 ആകുമ്പം അത് 79ാമത്തെയാണ്. ഇത് ഒന്നായിട്ട് കണക്കാക്കിയിട്ടാണ് കൂട്ടേണ്ടത്. അപ്പൊ 79ാമത്തെയാണ്. വിശിഷ്ട അതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശരിയാണ് കേട്ടോ. അപ്പം 3, 4 എന്നിവയാണ്. ഓപ്ഷൻ B ആണ് ആൻസർ. 3, 4 എന്നിവയാണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത നമ്മുടെ 10th ഫിലിംസിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ. 10th ഫിലിംസ് ജൂലൈ 18 അതുപോലെ ഓഗസ്റ്റ് ആദ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ഏരിയാസും നന്നായി ഒന്ന് റിവിഷൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് കറണ്ട് അഫയേഴ്സും മാത്സും എല്ലാം ഇമ്പോർട്ടൻ്റ് ഏരിയാസ് എല്ലാം കവർ ചെയ്ത് പോകാനായിട്ട് ഒരു മാരത്തോൺ ബാച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ്. 379 രൂപയ്ക്കാണ് ഈ ലൈവ് ബാച്ച്. ലൈവ് ക്ലാസ് ബാച്ചാണ്, റെക്കോർഡല്ല, ലൈവ് ക്ലാസ് ബാച്ചാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, എല്ലാ ക്ലാസ്സിലും ലൈവാണ്. മെജോറിറ്റി ക്ലാസ്സിലും ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 10th ഫിലിംസ് എന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ സമയമൊക്കെ 8 മണിക്കാണ്. പിന്നെ മോഡൽ എക്സാംസ് ഉണ്ട്, SCRT റിവിഷൻ പുതിയതും പഴയതും ഉണ്ട്.
മാത്സ്, കറണ്ട് അഫയേഴ്സ്, അതുപോലെ സ്പെഷ്യൽ ക്ലാസ്സസും ഉണ്ട് കേട്ടോ. ഓക്കെ, നോക്കിക്കോണേ. അടുത്ത 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണ സൂചിക അനുസരിച്ച്, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാജ്യം ഏതെന്നാണ് ചോദ്യം. സൊമാലിയ ആണ് ആൻസർ, സൊമാലിയ. ഓക്കെ, ഇന്ത്യയുടെ സ്ഥാനം 102ആണ്. ഇന്ത്യയുടെ സ്ഥാനം 102ആണ് കേട്ടോ. ഓക്കെ, അതൊക്കെ പൊസിഷൻസ് ഒക്കെ ഞാൻ കറണ്ട് അഫയേഴ്സ് റിവിഷനിൽ എല്ലാ പൊസിഷൻസും, എല്ലാ ഇൻഡെക്സിന്റെ പൊസിഷൻസും ഞാൻ കറണ്ട് അഫയേഴ്സ് റിവിഷനിൽ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങളത് കണ്ടുകൊണ്ടാൽ മതി. അടുത്ത, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഏതെന്നാണ് ചോദ്യം. ഇതെങ്ങനെ കറണ്ട് അഫയേഴ്സ് ആവുമെന്ന് കേട്ട് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യമാണിത്. ഓക്കെ, അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ഇദ്ദേഹം ഡൊണാൾഡ് ട്രംപ്. 47ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പം അയാളൊരു നിങ്ങൾ ഇങ്ങനെ ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് ഓർത്തിരിക്കുക. അയാളൊരു ഒറ്റയാന പോലെയല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ചിഹ്നം ആനയാണ് കേട്ടോ, ആനയാണ് ചിഹ്നം. ഇനി ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട്, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം കഴുതയാണ് കേട്ടോ, കഴുത. ഡെമോക്രസി നമ്മളെ കഴുതയാക്കുന്നു എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം കഴുതയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നം ആനയുമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത, ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പൊളാരിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് എക്സ്റേ പൊളാരിമീറ്റർ സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഓക്കെ, ISROയുടെ വിക്ഷേപണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമുക്ക് കറണ്ട് അഫയേഴ്സ് റിവിഷനിൽ എടുക്കേണ്ടതാണ്. നമുക്ക് ഈ നമ്മൾ ചെയ്തു പോകുന്ന ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയാസും അതിൽ കവർ ആവും കേട്ടോ. അതിൽ എന്തൊക്കെ വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ, അതായത് കഴിയാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയസുകൾ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ന്യൂട്രോൺ നക്ഷത്രങ്ങളും പൾസാറുകളും എന്ത് ചെയ്യും, പഠിക്കാൻ പറ്റും. തമോഗർത്തങ്ങളും അവയുടെ ബൈനറികളും പഠിക്കാൻ പറ്റും. എക്സോ പ്ലാനറ്റുകളും ധൂമകേതു വെച്ചാൽ കോമറ്റ്. എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളുമാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, പഠന വിധേയമാക്കാൻ കഴിയാത്ത. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അടുത്ത, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2025 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? അത് മിഷൻ സുദർശന ചക്രയാണ്. മിഷൻ സുദർശന ചക്ര. അപ്പൊ ഈ ഒരു പ്രതിരോധ സംവിധാനമുണ്ട്, മറ്റുള്ള രാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്നെല്ലാം അയൺ ഡോം പോലെ നമുക്ക് പ്രതിരോധം ഉണ്ടാക്കി തരുന്ന സംവിധാനമാണ് മിഷൻ സുദർശന ചക്ര. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്. ഹർമൻപ്രീത് കൗർ ആണ് ആൻസർ. ഹർമൻപ്രീത് കൗർ ആണ് ആൻസർ. ഓക്കെ, പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ചെയർമാൻ ആയിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള, ഇത് PSC മുമ്പ് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പെരുമാൾസ് ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയായിരുന്നു. പെരുമാൾസ് ഓഫ് കേരള എന്ന ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. ശരിയാണ്, ഓപ്ഷൻ ബി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. MGS നാരായണനുമായി ബന്ധപ്പെട്ട് ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാൻ ആയിരുന്നു. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ് കേട്ടോ വ്യക്തി. താഴെ തന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കർണാടകയാണ്. അത് തെറ്റാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം നമ്മുടെ കേരളമാണ് അല്ലെ. കേരളമാണ് ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം. അടുത്ത, DSIB ബാങ്കുകളിൽ ICICI ഉൾപ്പെടുന്നു. അത് ശരിയാണ് കേട്ടോ. നമ്മുടെ DSIB ബാങ്കുകളിൽ വരുന്നത് SBI, HDFC, ICICI, ഇത് മൂന്നുമാണ് DSIB ബാങ്കുകളിൽ വരുന്നത്. ഈ DSIB ബാങ്കുകളുടെ എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ അതിൽ നോക്കിയാൽ മതി, ചാനലിൽ തന്നെ കിടപ്പുണ്ട് എന്താണെന്ന്. പിന്നെ നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം, ഇത് ക്വസ്റ്റ്യൻ വന്നപ്പോൾ അദ്ദേഹം ആയിരുന്നു, ഇപ്പൊ മാറിയിട്ടുണ്ട്. അതാരാണ്? നിധി ചിബ്ബർ ആണ് അല്ലെ. നിധി ചിബ്ബർ ആണ് ഇപ്പോഴത്തെ CEO. ഓക്കെ, അടുത്ത് 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹയായത് നർഗീസ് മുഹമ്മദിയാണ്. തെറ്റാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര സമ്മാനത്തിന് അർഹയായത് ക്ലോഡിയ ഗോൾഡിനാണ്. അർഹയായത്. അപ്പൊ അതും എന്താണ് കുട്ടികളെ? തെറ്റാണ്. ഓക്കെ, ഇപ്പം പരീക്ഷ നടന്ന സമയത്ത്
1 4 മാത്രം എഴുതുന്ന തെറ്റ്. കാരണം ഈ നീതി ആയോഗിന്റെ CEO ആ സമയത്ത് ശരിയായിരുന്നു. ഇപ്പം ഈ പറയുന്ന 3 പ്രസ്താവനകളും എന്താണ്, തെറ്റാണ് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ DSIP ബാങ്ക് നിങ്ങൾ ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ക്ലാസ് ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ കമന്റിൽ ഇട്ടിരിക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ. നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരെന്നാണ് ചോദ്യം. കണ്ടോ, ഒരു വ്യത്യസ്തമായിട്ടൊരു പദവി. നമ്മൾ സ്ഥിരം പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്മീഷൻ ചെയർമാൻ ഒഴിവാക്കിയിട്ട് അധികം ആരും പഠിക്കാത്ത ഒരു കമ്മീഷൻ ചെയർമാൻ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്, കെ എബ്രഹാം മാത്യു ആണ് ആൻസർ. കെ എബ്രഹാം മാത്യു ആണ് നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ കേട്ടോ. അടുത്ത 2023, കണ്ടോ 2026 ക്വസ്റ്റ്യൻ ആണ്. 2023 24 ഒക്കെയാണ് നൊബേലിൽ നിറഞ്ഞിരിക്കുന്നത്. അതായത് 2023 തൊട്ട് 25 വരെയുള്ള നൊബേൽ സെറ്റാക്കി പോയാലേ നമുക്ക് ഈ വർഷം വന്ന പല പരീക്ഷകളിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 25 മാത്രം പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് 23 മുതൽ 25 വരെയുള്ളത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനുമാണ് ആൻസർ. 2023 രസതന്ത്രൻ നൊബേൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തം, സമന്വയം. നീതി ആയോഗിന്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധവുമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. വികസിത ഭാരത എന്ന ലക്ഷ്യമാണ് 2047, അതായത് സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ വികസിത ഭാരതമായി മാറുക എന്ന ലക്ഷ്യമാണ് കൈവരിക്കേണ്ടത്. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ എന്താണ്? ലോക് ഭവൻ എന്നാണ് കേട്ടോ. രാജ്ഭവൻ എന്ന പേര് മാറ്റി ലോക് ഭവൻ എന്നാക്കിയിട്ടുണ്ട്. രാജ്ഭവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിന്റെ ഭവൻ, ലോക് ഭവൻ എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഭവൻ, അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തിൽ ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. കെ സോമപ്രസാദ് ആണ്. ശ്രീ കെ സോമപ്രസാദ് ആണ് എന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ വയോജന കമ്മീഷനൊക്കെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. കെ സോമപ്രസാദ് ആണ് കേട്ടോ. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി എന്നാണ് ചോദ്യം. നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDC ആണ് ആൻസർ. നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDC ആണ് ആൻസർ കേട്ടോ. അത് പഠിച്ചോണേ. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDC. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം ഏതെന്നാണ് ചോദ്യം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആ പരീക്ഷ എഴുതി അധികം ആൾക്കും ഉത്തരം കിട്ടിയില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം നിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ ആണ് കേട്ടോ. ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ ആണ് ആൻസർ. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം PR ശ്രീജേഷ് ആണ്. നമുക്കറിയാം 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ 2 ഒളിമ്പിക്സ് മെഡലുകളുള്ള മലയാളിയാണ് PR ശ്രീജേഷ്. ഹോക്കി താരം, ഗോൾ കീപ്പറാണ്. അപ്പൊ അദ്ദേഹത്തിനാണ് 2025 പത്മഭൂഷൺ ലഭിച്ച മലയാളിയായ കായിക താരം. ഓക്കെ. അടുത്ത താഴെ പറയുന്നവയിൽ ശരി ഏതെന്നാണ് ചോദ്യം. ഭാനു മുസ്താഖിന്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. KR മീരയുടെ നോവലായ കലാച്ചി 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടി. അത് തെറ്റാണ്. ഓക്കെ. ജ്ഞാനപീഠ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത്. 2025 R വൈരമുത്തുവിനാണ് ലഭിച്ചത്. അടുത്ത് സന്തോഷ് കുമാറിന്റെ നോവലായ തപോമയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. അത് ശരിയാണ്. സന്തോഷ് കുമാറിന്റെ നോവലായ തപോമയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. ശരിയാണ്. അപ്പൊ 1 ശരിയാണ്, 3 ശരിയാണ്. അപ്പൊ 1, 3 എന്നുള്ള ഓപ്ഷൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ്. 1, 3 ശരിയാണ്. അടുത്ത രാജശ്രീയുടെ നോവലായ ആത്രേയകം രാജശ്രീയുടെ നോവലാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടി. തെറ്റാണ്. എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ശരി. പ്രിലിംസിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പ്രിലിംസിന് നിങ്ങൾക്ക് ഡയറക്റ്റ് അവാർഡ് ചോദിച്ചു പോകും. മെയിൻസ് ഒക്കെ വരുമ്പോഴായിരിക്കും ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ വരുന്നത്. ഓക്കെ. പക്ഷെ പ്രിലിംസിന് അവാർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങൾ കേട്ടോ.
വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. കറണ്ട് അഫയേഴ്സ് അല്ല, എന്നാലും കറണ്ട് അഫയേഴ്സ് പോയിന്റ് വരുന്നുണ്ടെങ്കിൽ എടുത്തതാണ്. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. ശരിയാണ്. രാജ്കുമാർ ഗോയൽ ആണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ശരിയാണ്. ഇന്ത്യയുടെ 13ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ, അല്ലേ? പ്രധാനമന്ത്രിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നത്. തെറ്റാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവന. അപ്പം ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ മാത്രം ശരിയാണ്, അല്ലെ? ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ശരി. 2023 55ാം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഈസി ക്വസ്റ്റ്യൻ. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDP-യുടെ എത്ര ശതമാനമെന്നാണ് ചോദ്യം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDP-യുടെ 4.4% ഓർത്തിരിക്കുക. ഫിസ്ക്കൽ ഡെഫിസിറ്റും അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റും അത് ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്, ഞാൻ കമന്റിൽ ഇട്ടിരിക്കാം കേട്ടോ, ലിങ്ക്. 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നതിൽ ശരി എന്നാണ്. കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കിരീടം നേടി. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 അല്ല 8 ആണ്. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 8 ആണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയത് ഓസ്ട്രേലിയ. ശരിയാണ്. ഓസ്ട്രേലിയ ഇതുവരെ 7 കിരീടം നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് 2025 നേടിയത് മാരിസൺ കാപ്പ് എന്നുള്ളത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ദീപ്തി ശർമ്മയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ. 1ഉം 3ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ. പക്ഷെ PSC പരീക്ഷയ്ക്ക് ഓപ്ഷൻ സി കയറി ആൻസർ എടുത്തു. തെറ്റായ ഓപ്ഷനാണ്. ഓക്കെ, തെറ്റായ ഓപ്ഷനാണ്. പക്ഷെ 1ഉം 3ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ. 1ഉം 3ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ. പിന്നെ ഈ രണ്ടാമത്തെ തെറ്റെന്നുള്ള രീതിയിൽ എഴുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടിക്കാണും. പക്ഷെ ദീപ്തി ശർമ്മയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്. 22 വിക്കറ്റ് ദീപ്തി ശർമ്മയാണ് നേടിയത് കേട്ടോ. പക്ഷെ PSC ആൻസർ എടുത്തു. എന്താ പറയാ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്നാണ് ചോദ്യം. ജസ്റ്റിസ് സൂര്യകാന്താണ് ആൻസർ. 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര് കുട്ടികളെ? സൂര്യകാന്ത്. ഓക്കെ. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കാർബൺ ന്യൂട്രൽ കൃഷി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാ കുട്ടികളെ? കേരളമാണ്. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ EOS ഏതാണ്? ISRO 2025 മെയിൽ വിക്ഷേപിച്ചത് EOS 09 ആണ്. EOS 09 ആണ് ആൻസർ കേട്ടോ. ഓക്കെ. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? 2025 ആണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. ഓപ്ഷൻ സി ആണ് ആൻസർ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. 2024 ഓടക്കുഴൽ പുരസ്കാരം കെ അരവിന്ദാക്ഷന്റെ ഗോപ എന്ന നോവലിനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. കെ അരവിന്ദാക്ഷന്റെ ഗോപ എന്ന നോവലിനാണ്. 2025 മികച്ച ഫുട്ബോൾ താരത്തിലുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ഉസ്മാൻ ഡെംബല്ലയാണ്. 2025 മികച്ച ഫുട്ബോൾ താരത്തിലുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ഫ്രാൻസിന്റെ താരമാണ്. വനിതകളിൽ എയ്റ്റാന ബോൺമാർട്ടി, സ്പെയിനിന്റെ എയ്റ്റാന ബോൺമാർട്ടിയാണ് വനിതകളിലെ മികച്ച താരം. പുരുഷ താരം ഉസ്മാൻ ഡെംബല്ലെ, വനിതാ താരം എയ്റ്റാന ബോൺമാർട്ടി. ഉസ്മാൻ ഡെംബല്ലെ ഫ്രാൻസ് താരമാണ്. എയ്റ്റാന ബോൺമാർട്ടി സ്പെയിനിന്റെ താരമാണ്. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം വട്ടിയൂർക്കാവാണ് കേട്ടോ. നല്ല ചോദ്യമാണ്. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലമാണ് ഏത്? വട്ടിയൂർക്കാവ്. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണെന്നാണ് ചോദ്യം. അത് നരേന്ദ്രമോദിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവരാരുമല്ല, നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നതിൽ ആരെന്നാണ് ചോദ്യം. അജിത് ഡോവൽ ആണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അജിത് ഡോവൽ ആണ് കേട്ടോ. ഈ പ്രധാനപ്പെട്ട പദവികൾ ഒരു 75 ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പദവികൾ, കേരളത്തിലെ പദവികൾ ചെയ്യാനുണ്ട്, ഇന്ത്യയിലെ പദവികൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല
റെയ്ല ഒഡിങ്ങയാണ്. റെയ്ല ഒഡിങ്ങയാണ് ആൻസർ കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്, ചിലപ്പം വീണ്ടും കയറി ചോദിക്കുന്നുണ്ട്. റെയ്ല ഒഡിങ്ങയാണ്. അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം ഏതെന്നാണ് ചോദ്യം. ഏത് ലോകകപ്പ് എന്ന് പറയാത്തതുകൊണ്ട് PSN ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ഫുട്ബോൾ ലോകകപ്പ് ആണെങ്കിൽ 2026 ആണ്, ക്രിക്കറ്റ് ലോകകപ്പ് ആണെങ്കിൽ 2027 ആണ്. ഓക്കെ, അതുകൊണ്ട് ഏത് ലോകകപ്പ് എന്ന് പറയുന്നില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഡിലീഷൻ പോയ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് 2025 ഏപ്രിൽ 6. ശരി. ഇന്ത്യയിൽ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. ശരി. നീളം 2.7 കിലോമീറ്റർ, അതും ശരിയാണ്. ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പുതിയ പാമ്പൻ പാലം നരേന്ദ്രമോദി 2025 ഏപ്രിൽ 6 ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉയരുന്ന കടൽപ്പാലമാണ്. 2.7 കിലോമീറ്റർ ആണ് നീളം. ഓക്കെ, എല്ലാം ശരിയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ് അല്ലേ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം ഇന്ത്യയാണ്. ഈ പ്രധാനപ്പെട്ട വേദികൾ, ഉച്ചകോടിയുടെ മറ്റും വേദികൾ, ഒരു കോടി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് റീസെന്റ് ആയിട്ട് ഞാൻ ചെയ്തതാണ്, അത് കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് വേദികളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23. അതുകൊണ്ട് നമ്മൾ ഓഗസ്റ്റ് 23 സ്പേസ് ഡേ ആയിട്ട്, നാഷണൽ സ്പേസ് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. 2023 ഓഗസ്റ്റ് 23 ആൻസർ കേട്ടോ. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതെന്നാണ്. തന്തപ്പേരാണ് ആൻസർ കേട്ടോ. തന്തപ്പേരാണ് ആൻസർ കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ബി. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം നേടിയത് അഖിൽ പി ധർമ്മജനാണ്. ആൻസർ കേട്ടോ. അഖിൽ പി ധർമ്മജനാണ് ആൻസർ. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ ആളാണ്. 52ാമത്തത്. 53 നമ്മുടെ സൂര്യകാന്ത്. 52ാമത്തത് ഭൂഷൺ രാമകൃഷ്ണ ഗവായി, BR ഗവായി. ഓപ്ഷൻ ഡി ആണ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായി, BR ഗവായിയാണ് 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്നാണ്. ദിയ ബിനു പുള്ളിക്കക്കണ്ടമാണ് ആൻസർ. പാലാ നഗരസഭയുടെ ചെയർപേഴ്സൺ ആണ് കേട്ടോ. പാലാ നഗരസഭയുടെ ചെയർപേഴ്സൺ ആണ്. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ പാലാ നഗരസഭയിലെ ആൾക്കാർ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്. 2024 ഫെബ്രുവരി 17 കേട്ടോ. 2024 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം കാലാവസ്ഥാ നിരീക്ഷണം. ഓപ്ഷൻ ഡി കാലാവസ്ഥാ നിരീക്ഷണമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ത്രിവർണ്ണ പതാക സ്ഥാപിച്ചത് എവിടെയെന്നാണ്. ഓപ്ഷൻ സി ആൻഡമാൻ നിക്കോബാറിലാണ് സ്ഥാപിച്ചത്. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമെന്നാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ബ്രിക്സിന്റെ അധ്യക്ഷൻ 2026 ഇന്ത്യയാണ്. ഓപ്ഷൻ ബി ആണ് ഇന്ത്യ. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായവ ഏതല്ല. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമാണ്. കൂടാതെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഔദ്യോഗികമായി നാമകരണം ചെയ്തിരിക്കുന്നത്. ശരിയാണ്. ഓക്കെ, നമ്മുടെ ഫയർമാൻ ഡ്രൈവർ ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. കണ്ടു നോക്കുക കേട്ടോ ആ ഒരു പോർഷൻ. ഇത് മുംബൈയിലെ സേവ്രിയെ നവി മുംബൈയിലെ നവശേവയുമായി ബന്ധിപ്പിക്കുന്നു. അതും ശരിയാണ്. ഈ പദ്ധതി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടപ്പിലാക്കുന്നത്. തെറ്റാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി ആണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പൊ 1, 2 എന്നിവയാണ് ആൻസർ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴെന്നാണ് ചോദ്യം. ഏപ്രിൽ 2023 ഇന്ത്യ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത്. സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. 2025 സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം KSFE ആണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ആണ് അതിന്റെ പൂർണ്ണരൂപം. KSFE 1969 മുതൽ തൃശ്ശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനം. COP20 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 30 ചർച്ചയിൽ, അതായത് കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി.
ലോസ് ആൻഡ് ഡാമേജ് എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെയാണ്? കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടത്തെ സൂചിപ്പിക്കുന്നു. കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടത്തെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചെന്നാണ് ചോദ്യം. നിക്കൽ സിൽവർ ആണ് ആൻസർ. നിക്കൽ സിൽവർ. ഇവിടെ പല ചോദ്യങ്ങളുണ്ട്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടം സേവാതീർത്ത്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്ഘാടനത്തോട് ബന്ധപ്പെട്ട് പുറത്തിറക്കിയ നാണയം 100 രൂപ നാണയം. ആ 100 രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്ന ലോഹസങ്കരം നിക്കൽ സിൽവർ ആണ് കേട്ടോ. നിക്കൽ സിൽവർ. 3 ചോദ്യം പഠിക്കേണ്ട അവിടെ. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇറ്റലി മിലാനോ കോർട്ടീന. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇറ്റലിയിലെ മിലാനോ കോർട്ടീന. ഓക്കെ. 2022 ആണെങ്കിൽ ചൈന ബീജിംഗ്. 2022 ചൈന ബീജിംഗ്. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. തപോമയുടെ അച്ഛൻ എന്ന നോവലിനെയും അതിന്റെ രചയിതാവിനെയും കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇ സന്തോഷ് കുമാർ എഴുതിയ ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥിയായി ഗോപാൽ ബറുവയെ ചിത്രീകരിച്ചിരിക്കുന്നു. തെറ്റാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി. പാകിസ്ഥാനിലെ ബംഗ്ലാദേശ്. അപ്പൊ ഒന്നാമത്തെ തെറ്റാണ്. അപ്പൊ ഒന്നാമത്തെ തെറ്റാമതിന് ആൻസർ ആയിട്ടുണ്ട്. എ ക്യാൻസൽ, സി ക്യാൻസൽ, ഡി ക്യാൻസൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 3ഉം മാത്രം. 2024 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് 2025 അഭിമാനകരമായ വയലാർ അവാർഡ് ലഭിച്ചു. ശരിയാണ്. മലയാളത്തിലെ പ്രമുഖ ഉത്തരാധുനിക എഴുത്തുകാരനായ ഇ സന്തോഷ് കുമാർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് അന്ധകാരനാഴി ഉൾപ്പെടെ നിരവധി നോവൽ. കൃതിയായ അന്ധകാരനാഴി ഉൾപ്പെടെ നിരവധി നോവലുകൾ രചിച്ചിട്ടുണ്ട്. ഓക്കെ. കണ്ണൊക്കെ പോയെന്നാണ് തോന്നുന്നത്. അക്ഷരമൊന്നും പിടിക്കല്ല. അപ്പൊ ഇത് രണ്ടുമാണ് ശരി. ഓക്കെ അല്ലേ? ചോദ്യം കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ. ഡിഗ്രി ഫിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ കഥയും കഥാപ്രസംഗമായിട്ടൊക്കെ വന്നിരിക്കുന്നത്. ഈ PDF വായിച്ച് പഠിച്ചോണേ കേട്ടാ. ശരി. താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. 2025 ഊർജ്ജതന്ത്രം ജോൺ എം മാർട്ടിനസ് ആണ് കേട്ടോ. ജോൺ എം മാർട്ടിനസ് ആണ് ആൻസർ. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റീസെന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, 100ന് ശേഷമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഞാൻ ഒരു ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് സെർച്ച് ചെയ്ത് കണ്ട് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 3-1 സീറ്റ് സംവരണമാണ് 106ാമത്തെ അമെന്റ്മെന്റ് കേട്ടോ. ഓക്കെ. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനം? ഓപ്ഷൻ ബി 40% സംസ്ഥാന വിഹിതം, 60% കേന്ദ്ര വിഹിതം. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം 40%. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏതെന്നാണ് ചോദ്യം. കിൻഫ്രയാണ് ആൻസർ. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാർ നോഡൽ ഏജൻസി കിൻഫ്രയാണ്. ഇത് സിയാറ്റിലുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരെന്നാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. വിജയ് കിഷോർ രഗത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. ഓക്കെ. ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം. ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ, ഒഡീഷ. കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ, ഒഡീഷയാണ് ആൻസർ. ഓപ്ഷൻ ഡി. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതെന്നാണ് ചോദ്യം. അത് ദീപാവലിയാണ്. ഓപ്ഷൻ എ ദീപാവലിയാണ് ആൻസർ കേട്ടോ. ദീപാവലിയാണ് യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ദീപാവലിയാണ്. ഗർഭാ നൃത്തമുണ്ട്. ഗർഭാ നൃത്തം ഗുജറാത്തിലെ ഗർഭാ നൃത്തം 2023 എന്ത് ചെയ്തിട്ടുണ്ട്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. റീസെന്റ് ആയിട്ട് ഈ 2 ഗർഭാ നൃത്തം 2023, ദീപാവലി 2025. 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പിലാക്കിയത്? തന്നിരിക്കുന്നതിൽ കുടുംബശ്രീ, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ. ഓപ്ഷൻ
ബി ആണ് ആൻസർ. കുടുംബശ്രീയുടെ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പിലാക്കിയത്. 2021 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻ സെക്രട്ടറിയായി നിയമിച്ചത് ആരെന്നാണ് ചോദ്യം. 2021 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻ സെക്രട്ടറിയായി നിയമിച്ചത് പീയൂഷ് ഗോയലാണ്. പീയൂഷ് ഗോയൽ IAS, നമ്മുടെ മന്ത്രി പീയൂഷ് ഗോയലല്ല, ഇത് വേറെ പീയൂഷ് ഗോയലാണ്. ഇദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റാണ്. IAS കാരൻ പീയൂഷ് ഗോയൽ IAS. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്നാണ്. MSD ആണ്, മഹേന്ദ്ര സിംഗ് ധോണി. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണിയാണ്. 16ാം ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. 16ാം ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയാണ് ചെയർപേഴ്സൺ. ശരിയാണ്. ഭരണഘടനയുടെ 280 ആർട്ടിക്കിൾ പ്രകാരമാണ് കമ്മീഷൻ രൂപീകൃതമായത് അല്ലെങ്കിൽ രൂപീകരിച്ചത്. അതും ശരിയാണ്. അപ്പം 1, 2 ഇവ രണ്ടും ഓപ്ഷൻ സി ആണ്. 1, 2 ഇവ രണ്ടും. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി റഷ്യയിലെ കസാൻ. 2024 റഷ്യയിലെ കസാനിലാണ് ആദ്യ ബ്രിക്സ് യുവജനോത്സവം നടന്നത്. ഇന്ത്യയിൽ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ ആണ്. നവി മുംബൈ വിമാനത്താവളമാണ് ഇന്ത്യയിൽ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ഓക്കെ. അടുത്ത ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ആരാണ്? ഓപ്ഷൻ സി ആണ്, ശ്രീ ജ്ഞാനേഷ് കുമാർ ആണ് ആൻസർ കേട്ടോ. ജ്ഞാനേഷ് കുമാർ. ഈ സുഖബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയൊക്കെ അതിൽ അംഗങ്ങളാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് കേട്ടോ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്നാണ് ചോദ്യം. ഷാജി എൻ കരുണാണ് 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. ഷാജി എൻ കരുൺ. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്നാണ് ചോദ്യം. നമ്മളിപ്പം ഓൾറെഡി ചെയ്തതാണ്. ഹർമൻപ്രീത് കൗളാണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ്? മോഹൻലാലാണ് ആൻസർ. ഓപ്ഷൻ ഡി മോഹൻലാലാണ് ആൻസർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികനാരെന്നാണ്? ശുഭാംശു ശുക്ലയാണ്. ആക്സിം 4 മിഷൻ ആണ് അതിന്റെ കൊണ്ടുപോയ മിഷൻ. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാറുണ്ട്. ഞാൻ കണ്ടന്റ് റിവിഷനിൽ ഉൾപ്പെടുത്താം കേട്ടോ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരെന്നാണ്? സഞ്ജു സാംസൺ ആണ് 2025 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്ന വ്യക്തി. സഞ്ജു വി സാംസൺ. 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? 2024 T20 ലോകകപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതായത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലാസ്റ്റ് 3 വർഷത്തെ പ്രധാനപ്പെട്ട ഈവന്റുകള്, പ്രധാനപ്പെട്ട കായിക ഇനങ്ങള്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നൊബേൽ തന്നെ കണ്ടില്ലേ, 2023 മുതലുള്ള ചോദ്യങ്ങളുണ്ട്. ജസ്പ്രീത് ബുംറയും വിരാട് കോഹ്ലിയുമാണ്. അതായത് ജസ്പ്രീത് ബുംറ പ്ലെയർ ഓഫ് ദി സീരീസും വിരാട് കോഹ്ലി ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച്. അങ്ങനെ ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച്. ഓപ്ഷൻ എ ആണ് ആൻസർ. ജസ്പ്രീത് ബുംറ പ്ലെയർ ഓഫ് ദി സീരീസ്, വിരാട് കോഹ്ലി ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച്. 2023 നൊബേൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഓക്കെ, ഇതിൽ ഒറ്റ പോയിന്റ് നിങ്ങൾക്ക് ഉത്തരം എടുക്കാൻ പറ്റും. നർഗീസ് മുഹമ്മദി സമാധാന നൊബേൽ ശരിയാണ്. പക്ഷെ ബംഗ്ലാദേശ് അല്ല രാജ്യം, ഇറാനാണ് രാജ്യം. അപ്പൊ രണ്ടാമത്തത് തെറ്റാണ്. രണ്ടാമത്തെ തെറ്റെന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ കളയാം, ഓപ്ഷൻ ബി കളയാം, ഓപ്ഷൻ ഡി കളയാം, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. യോൻ ഫോസ്റ്റെ സാഹിത്യം നോർവീജിയൻ ശരിയാണ്. യോൻ ഫോസ്റ്റെ സാഹിത്യം നോർവീജിയൻ. ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം US സാമ്പത്തിക ശാസ്ത്രജ്ഞ, അതും ശരിയാണ്. നർഗീസ് മുഹമ്മദി ഇറാനാണ് സമാധാനത്തിനുള്ള പുരസ്കാരം. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ഗംഗയാണ് ആൻസർ. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ഗംഗ. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ഇപ്പോഴത്തെ മാർപ്പാപ്പ എന്നാണ്. ലിയോ 14 ഇപ്പോഴത്തെ മാർപ്പാപ്പ. ലിയോ 14 കേട്ടോ.
ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ ആണ് ആൻസർ. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുറയാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാകുന്ന ഇന്ത്യക്കാരൻ ഗോപിചന്ദ് തോട്ടക്കുറയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ, അങ്കൻ ജ്യോതിയൊക്കെ. അപ്പൊ കുട്ടികളെ, ഇതാണ് നമ്മുടെ 2025 PSC ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. കുറച്ചൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നല്ലപോലെ റിപ്പീറ്റ് വന്നത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത്, ഇതിന്റെ PDF നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, ഈ മാർക്കിന്റെ PDF കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ട്, ആപ്ലിക്കേഷൻ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും. ആപ്ലിക്കേഷൻ വന്നിട്ട് ഫ്രീ PDF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. റൈറ്റ് സൈഡിൽ നോക്കിയാൽ മതി നിങ്ങൾ ആപ്ലിക്കേഷനിൽ. അപ്പൊ അതിൽ ഈ PDF ഉണ്ടാവും കേട്ടോ. അവിടെ നിന്ന് എടുത്തോണേ. ശരി, അപ്പൊ നമുക്ക് നാളെ മുതൽ നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ റിവിഷൻ ഡെയിലി ഒരു 25 ക്വസ്റ്റ്യൻ വീതമായിരിക്കും വരുന്നത്. പക്ഷേ ആ 25 ചോദ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട എക്സ്പ്ലനേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം കവറായി തന്നെ പോകും. അല്ലേ? സോ എല്ലാവരും നന്നായിട്ട് ഫോളോ ചെയ്യുക. സീ യു ടുമാറോ. ബൈ.